ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ട് വാക്കുകളുണ്ട്, മായയും ലഹരിയും. എത്ര തന്നെ ജീവിതത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് ഒതുങ്ങാത്തൊരു പദമാണ് ജീവിതം. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ചില പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലേറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്നത്തെ രാത്രികളിൽ ഞാനിരുന്ന് വായിച്ച ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മായാലഹരി എന്നാണ്. ആ മായാലഹരിയുടെ ഇടയ്ക്കുള്ള പേജുകൾ എടുത്ത് മറിക്കുമ്പോൾ പലപ്പോഴും അന്നത്തെ ആ ഒരു പ്രതിസന്ധിക്ക് ശമനം നൽകുന്ന ഒരു ഉത്തരം അതിൻ്റെ താളുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആ ഗ്രന്ഥം നമ്മൾ മലയാളികൾക്ക് തന്ന ഹരീഷ് വി ബാബുവാണ്. ഇപ്പോൾ ഷൊർണൂറുകാരനായ അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്നേഹസ്വാഗതം, ആത്മനമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ, മായയും ലഹരിയും. ഒരേ സമയം തന്നെ ജീവിതം ഒരു മായയാണ്, അതോടൊപ്പം തന്നെ അത് ലഹരിയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ലഹരിയാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരിക്കൽ പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകളെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ധ്യാനത്തിൻ്റെ ലഹരിയാണ്. അപ്പോൾ ലഹരിയാണ് ജീവിതം. ഓരോ ദിവസവും മുമ്പിലേക്ക് പോകാനുള്ള, അപ്പോൾ ഈ എപ്പിസോഡ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ലഹരിയാണ്. കാരണം ഇത് വരുമ്പോൾ ആളുകൾ കാണുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മായയും ലഹരിയും രണ്ട് എക്സ്ട്രീമുകളാണ്. ഇതിനെ അങ്ങ് എങ്ങനെയാണ് തുലനം ചെയ്ത് ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. എന്തായാലും ESP പാരാനോർമലിൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം. സന്തോഷം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞത്. ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ്. പക്ഷെ എൻ്റെ പമ്പര വിഡ്ഢിത്തത്തെക്കുറിച്ച് നല്ല അറിവുള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടനാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയുന്ന വേറൊരാളില്ല. ഇപ്പോൾ വിജുവായി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇതും ഈ രചനയും ശരിക്കൊരു മായയും ലഹരിയുമായിരുന്നു. സത്യത്തിൽ ഒരിക്കൽ പോലും സൗന്ദര്യലഹരി മുഴുവനായിട്ട് വായിക്കാത്ത ഒരാളാണ് ഞാൻ. അത് വായിക്കണം, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചപ്പോൾ അത് വായിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയും ഒരാചാര്യൻ്റെ പുസ്തകം വരുത്തുകയും അത് 2-3 അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ആ സൗന്ദര്യലഹരി അവിടെ അടച്ചു വെച്ചുകൊണ്ട് സൗന്ദര്യലഹരിയുടെ ശ്ലോകങ്ങളിലൂടെ മാത്രം ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിച്ചു. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തപ്പിപ്പിടിച്ചു വായിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഈ പുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ അമ്മയുടെ ലഹരി എന്നിൽ ആവേശിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. 56 ദിവസം കൊണ്ട് 305 പേജുകൾ എൻ്റെ മൊബൈൽ നോട്ടിൽ ഞാൻ എഴുതി. അല്ലെങ്കിൽ എന്താണ് എഴുതിയതെന്ന് പിന്നീട് ഞാൻ തന്നെ നോക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും സൗന്ദര്യലഹരി വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയത് ഈ സൗന്ദര്യലഹരി എന്ന് പറയുന്നതിൻ്റെ 2 ഭാഗമുണ്ട് എന്നുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ്. 41 ശ്ലോകങ്ങൾ ആനന്ദലഹരിയും പിന്നീടുള്ള 59 എണ്ണം സൗന്ദര്യലഹരിയും എന്നാണ് പറയപ്പെടുന്നത്. ഈ 4നെയും 1നെയും കൂട്ടിയാൽ 5, 5ഉം 9ഉം കൂട്ടിയാൽ 14, അത് കൂട്ടിയാലും 5. അപ്പൊ ഈ രണ്ടും തമ്മിൽ എങ്ങനെ കൂട്ടിയാലും 5ലാണ് വരുന്നത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മറ്റൊരു രഹസ്യമാനത്തിൽ ആചാര്യസ്വാമികൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വിവിധ മാനത്തിലുള്ള പൂജയുമായി ബന്ധപ്പെട്ട് ദേവിയുടെ വർണ്ണനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നിൽ ഇത് പ്രവർത്തിച്ചപ്പോൾ ഇതിൽ അദ്വൈതം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. എല്ലാറ്റിനെയും കൊണ്ടുവന്ന് എങ്ങനെ ഈ സൗന്ദര്യാനന്ദത്തിലേക്ക് ലയിപ്പിക്കാം എന്നുള്ള ശങ്കരാചാര്യരുടെ ആ ഒരു അനുഗ്രഹ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്, കണ്ണുനീരണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രചനാ സമയത്ത് മായയും ലഹരിയും അതിന്റെ എഴുത്തിന്റെ ലഹരി, അല്ലെങ്കിൽ എന്നിലൂടെ പ്രവഹിച്ചു എന്ന് എനിക്ക് പറയാൻ, ഇറ്റ്സ് കെയിം ത്രൂ മീ, നോട്ട് ഫ്രം മീ. അതിന്റെ ലഹരിയുമായും ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ ഈ മായാലഹരി സംഭവിച്ചു. പിന്നെ അതിന്റെ മുഖചിത്രം വരച്ചു തന്നത് മൂകാംബിക ക്ഷേത്രത്തിനകത്ത് വരച്ചിട്ടുള്ള കണ്ണേട്ടൻ തന്നെയാണ്. അതും ഇതിനൊരു മായ സപ്പോർട്ടും അല്ലെങ്കിൽ ലഹരി പോലുള്ള സപ്പോർട്ടും വന്നതുപോലെയാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. അതെ 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 അതെ.
അപ്പൊ അങ്ങ് ഒരു കാൽപന്ത് കളിക്കാരനാണെന്ന് എപ്പോഴും പരസ്യമായിട്ട് വേദികളിൽ ഇങ്ങനെ പറയുന്നു. ഇപ്പോഴും ഭ്രമാത്മകമായിട്ടുള്ള ആ ഒരു കളിയുടെ എന്താ പറയുക കാഴ്ചകളിലൂടെയും അതുപോലെ തന്നെ അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെയും അതിദ്രുതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാൽപന്ത് കളിയുടേതായ ആ ഒരു ചെറിയ വട്ടത്തിനകത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നടനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വത്തിന് കാരണമായിരിക്കുന്ന സദാശിവനിലേക്ക് എത്തിക്കുന്ന ഒരു എന്താ പറയുക അനുഭവമാണ് നമുക്ക് ഈ മായാലഹരി സമ്മാനിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് പറഞ്ഞല്ലോ, സാധാരണയായിട്ട് ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ നമ്മൾ പറയാറുണ്ട്. കാൽപന്ത് കളിയുടെ ആ സുരതാവേഗത്തിലേക്ക് ഭ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഈ നടന എന്താ പറയുക വൈശിഷ്ട്യത്തിനെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ അത് സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് സത്യത്തില് സ്വാമി വിവേകാനന്ദന്റെ ഒരു 2-3 വരികളുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച വരികൾ. സ്വാമി വിവേകാനന്ദനിലൂടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് രാമകൃഷ്ണദേവന്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അവിടെ കാളി അമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ എന്നെ പിടിച്ചു കുലുക്കിയ വാക്കുകൾ, യു ക്യാൻ ബി നിയറർ ടു ഹെവൻ ത്രൂ ഫുട്ബോൾ ദാൻ റീഡിങ് ഗീത. ഇത് വായിച്ചപ്പോ ഫുട്ബോൾ കളിച്ചുകൊണ്ട് സ്വർഗത്തിനടുത്തെത്താം, ഗീത വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ വായന മടിയായതുകൊണ്ട് അത് മാറ്റിവെച്ചു. പിന്നീട് ഞാൻ മറ്റൊരു വാക്ക് കേട്ടു. യോഹനാൻ ക്രൈഫ് എന്ന് പറയുന്ന ഫുട്ബോളിന്റെ ഇതിഹാസം, ഹോളണ്ടിന്റെ ഇതിഹാസമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഗ്രൗണ്ടിലെ ശൂന്യ സ്ഥലങ്ങൾ തേടിയുള്ള നൃത്തമാണ് ഫുട്ബോൾ എന്ന്. ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ആനന്ദവും അനുഭൂതിയുമാണ് വന്നത്. ഫുട്ബോളിന് ഒരു ട്രിനിറ്റി ഉണ്ട്. പൊസഷൻ, പൊസിഷൻ, പാസിംഗ് എന്ന് പറയും. റൈറ്റ് പൊസഷൻ, റൈറ്റ് പൊസിഷൻ, റൈറ്റ് പാസിംഗ്. ഒരു കളിക്കാരൻ പന്തുമായി മുന്നോട്ട് പോകുമ്പോൾ ശരിയായ പൊസിഷൻ കാണിക്കുന്ന ആളിലാണ് പാസിംഗ് കൊടുക്കുക. അത് കുറച്ചു നേരം പന്ത് പൊസസ് ചെയ്യാൻ പാടുള്ളൂ, കൈവശം വെക്കാൻ പാടുള്ളൂ. കൂടുതൽ നേരം വെച്ചാൽ പൊസസീവ്നെസ് ആയി, എനിക്ക് വേണമെന്നുള്ളതായി. അപ്പൊ ഈ പൊസസും റൈറ്റ് പൊസഷൻ, റൈറ്റ് പൊസിഷൻ, റൈറ്റ് പാസിംഗ് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ അത് അമ്മയിലേക്കുള്ള പ്രകൃതിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ലഭിച്ചില്ല എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ ഈ ഫുട്ബോളിലൂടെ എന്നിലേക്ക് അല്ലെങ്കിൽ വെളിച്ചം അമ്മ തന്നതാണ്. ഞാൻ റൈറ്റ് പൊസിഷനിലല്ല. ഞാൻ റൈറ്റ് പൊസിഷനിലാണെങ്കിൽ ഈ അമ്മ പ്രകൃതി നേച്ചർ എല്ലാം പ്രോസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിലേക്ക് അത് വരാത്തത് ഞാൻ റൈറ്റ് പൊസിഷനിലല്ല. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായി. അങ്ങ് തിരുവനന്തപുരത്ത്, ഞാൻ ഷൊർണൂർ. ഇപ്പോഴാണ് നമ്മൾ റൈറ്റ് പൊസിഷനിൽ വന്നപ്പോ ഈ സാധനം സംഭവിച്ചത്. പിന്നെ ഗീതയിലൂടെയൊക്കെ കടന്നു പോയപ്പോ കൃഷ്ണൻ ഭഗവാൻ പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉജ്ജ്വലമായ അറിവ് അർജുനന് നൽകിയത് ആ അർജുനൻ റൈറ്റ് പൊസിഷനിൽ വന്നപ്പോഴാണ്. അതിന് പാശ്ചാത്തലമായത് മഹാഭാരത യുദ്ധവും. അപ്പൊ എന്തെങ്കിലും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ പരാതി പറയുകയല്ല വേണ്ടത്, നമ്മുടെ പൊസിഷനെ ഒന്ന് നോക്കുക. ഈ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ അമ്മ നമുക്ക് അമ്മയുടെ മുല കുടിക്കണമെങ്കിൽ അമ്മയുടെ മടിത്തട്ടിൽ കയറി ഇരുന്ന് എനിക്ക് പാലിന് വേണ്ടി എന്റേതായിട്ടുള്ള ദാഹവും അത് പ്രകടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ നമുക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് പൊസിഷനിൽ എത്താത്തതാണ്, അവിടെയാണ് ശ്രമക്കുറവ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഫുട്ബോളും ആത്മീയതയും അമ്മയുടെ നടനവും ശിവനും ഒക്കെ ആയിട്ട് എന്നിലേക്ക് പെയ്ത് ഇതെല്ലാം ഇറങ്ങാൻ കാരണം എന്റെ ഫുട്ബോൾ കളി തന്നെയാണ്. ഫുട്ബോൾ കളിച്ചപ്പോഴാണ് ശൂന്യസ്ഥലത്ത് നിൽക്കുന്നവനെ പാസിംഗ് ഉള്ളൂ, അവനെ മനോഹരമായിട്ട് പന്ത് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ശൂന്യത ഉണ്ടാകുമ്പോൾ അമ്മയുടെയും അച്ഛന്റെയും നൃത്തം നമ്മളിൽ സംഭവിച്ചു കൊള്ളും എന്നുള്ളത് ഫുട്ബോൾ വഴി ഞാൻ അമ്മയിലേക്ക് എത്തുകയായിരുന്നു. ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമി പറയുന്നതിന് കാരണവും അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര ഗീത വായിച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ ഹിമാലയത്തിൽ പോയി നമ്മൾ ഇരുന്നാലും ശരി, നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ കം ടു ദ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷം മാത്രമാണ് സത്യമെന്ന് പല ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫുട്ബോളിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിൽക്കുന്നത്. ഓരോ നിമിഷവും അത്രയും നിർണായകമായിട്ടുള്ള ആ ഒരു പ്രസന്റ് മൊമെന്റിൽ വരുന്നത് അതിലാണ്. അപ്പൊ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഹിഗുറ്റയെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം ഞാൻ പറയുന്നത് ഈ പ്രസന്നമായിട്ടുള്ള ഈ എന്താ പറയുക വർത്തമാന കാലത്തെ അറിയുക എന്ന് പറയുന്ന ഒരു വലിയ കർമ്മമാണ് കാൽപന്ത് കളിയിൽ അതിന്റെ ആ വേഗതകളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. കം ടു ദ പ്രസന്റ് മൊമെന്റ്. അതോടൊപ്പം തന്നെ വായിച്ചിട്ടുള്ള രസകരമായ ഒരു കാര്യമാണ് ഈ സഡൻ ഡെത്ത് ഇതൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഗോളി അനുഭവിക്കുന്ന ഏകാന്തത. അപ്പൊ ഒരേ സമയം തന്നെ ഈ വർത്തമാനത്തിലേക്ക് വരുമ്പോൾ അവൻ സ്വയം നിശൂന്യനായി മാറുകയും അപാരമായിട്ടുള്ള ഈ ഏകാന്തതയെ അറിയുകയും ചെയ്യുന്നു. ആ ഏകാന്തത അറിയുമ്പോൾ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വിസ്ഫോടനമായിട്ട്, ഒരു മഹാവിസ്ഫോടനമായിട്ട് പ്രപഞ്ച നടനത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫുട്ബോളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ശൂന്യതയിലൂടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു സ്പീക്കർ ആവാനാണ്, ഞാൻ ട്രെയിനർ എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനറല്ല, ഞാൻ ട്രെയിനിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നിൽ പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണം ഫുട്ബോളാണ്. അതിന് കാരണം എല്ലാവരും ഈ സ്ട്രെസ് പാടില്ല എന്ന് പറയുമ്പോൾ 2 തരം സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ്, പോസിറ്റീവ് സ്ട്രെസ്.
ഈ ഫുട്ബോൾ കളിയിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് നടക്കുമ്പോൾ ഒരു പെനാൾട്ടി കിട്ടിയാൽ എല്ലാവരും അടിക്കാൻ പോവില്ല, വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ എന്റെ ടീമിൽ ഇത് ആദ്യം എടുത്തിരുന്ന ഞാൻ പോയി പെനാൾട്ടി അടിക്കും. അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് വെച്ച് എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് സ്ട്രെസ്. അതെന്റെ ഗ്രോത്ത് ആണ്. ആ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ് സ്ട്രെസ് ആണ്, ഞാൻ അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പൊ പോസിറ്റീവ് സ്ട്രെസ്, ഇപ്പൊ നമുക്കൊരു സാധനയുമായി ബന്ധപ്പെടുത്തി പറയുകയാൽ നമുക്കൊരു കാര്യം കിട്ടി, നമുക്കത് ചെയ്യുമ്പോൾ ചെറിയ സ്ട്രെസ് എന്നതിന് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്കൊരു അജ്ഞാതമായ ഒരു മേഖലയിലേക്ക് പോകുന്ന എന്തോ ഒരു വിവരിക്കാനാവാത്തൊരു സാധനമുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അമ്മ നമുക്ക് വേണ്ടുന്ന നിധി ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൈക്കലാക്കാൻ വേണ്ടി നമ്മളെ നടത്തിച്ചതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ തെരഞ്ഞുള്ള യാത്രയാണ് ഞാനൊരു സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പൊ സ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ശരിക്കും പ്രകൃതി എന്ന് പറയുന്ന നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എക്സിസ്റ്റൻസ് എന്ന് പറയും. അപ്പോ എക്സ് ഈസ് ടിങ്, ഇങ്ങനെ 3 വാക്കാണ്. എക്സ് എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നത്, ഈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള, ടിങ് എന്ന് പറഞ്ഞാൽ മണിനാഥം എന്നുള്ളൊരു ഒച്ച. അപ്പൊ മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാൻ പോകുന്നതും ശബ്ദമാണ്, സ്ഫോടനമാണ്. ഇത് ശബ്ദ ബ്രഹ്മമാണ്. ഈ സ്ഫോടനം നമ്മളെ നശിപ്പിക്കുന്നതല്ല, അത് ഡിസ്ട്രക്റ്റീവ് അല്ല, അത് ക്രിയേറ്റീവ് ആണ്. ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ഫോടനത്തെ ആരുള്ളിലേക്ക് ആവാഹിക്കുന്നുവോ അവന്റെ ഉള്ളിലാണ് ഈ ശിവദേവി നൃത്തം നടക്കുക, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുക, അതിന്റെ മായ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതെ 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 അതെ. ഒരുപക്ഷെ നമുക്കറിയാം ഈ പരമഹംസ ദേവനും അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികളെല്ലാം വന്നിരിക്കുന്ന കൽക്കട്ടയിൽ നിന്നാണ്. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ വലിയ തീവ്രമായുള്ള ചുവപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ അതേപോലെ തന്നെ കാളി ഉപാസന അത്ര ശക്തിമത്തായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു തിരിച്ചറിവായിരിക്കും അവിടെ ഉണ്ടായത്. കാരണം അങ്ങ് പറഞ്ഞ വിസ്ഫോടനം, വിപ്ലവം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ അവരുടെ ഒരു തിരിച്ചറിവ് നടക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ആത്മീയതയുണ്ടായി, മികച്ച സിനിമകളുണ്ടായി, അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയമുണ്ടായി, അതുപോലെ തന്നെ മികച്ച ചിന്തകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, സത്യത്തിൽ ഇപ്പോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തെ ഞാൻ ഒരു കമ്മ്യൂൺ എന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരം ശരിക്കും കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കമ്മ്യൂണാണ്. പക്ഷെ അതൊരിക്കലും ഒന്നിച്ച് സ്പന്ദിക്കാറില്ല, വിവിധ ഭാഗങ്ങളായി. അതിനെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ളത് കണ്ടന്റ്മെന്റ് ആൻഡ് കോണ്ടിനെന്റ് എന്നാണ്. കണ്ടന്റ്മെന്റ് സംതൃപ്തിയിൽ നാം ഒന്നാണ്, കോണ്ടിനെന്റായി നമ്മൾ വിഭജിക്കപ്പെട്ടു. അപ്പൊ എന്റെ ഉള്ളിലെ കോണ്ടിനെന്റ് ആയി നിൽക്കുന്ന വിവിധ ഭാഗങ്ങളായി നിൽക്കുന്ന ചിന്തകളെ, വികാരങ്ങളെ ഒക്കെ എനിക്ക് സമന്വയിപ്പിക്കാൻ കഴിയുമ്പോൾ ജയം എന്ന് പറയുന്ന ഗോളിലേക്ക് എത്തും. അപ്പൊ സത്യത്തിൽ നമ്മുടെ ജയം എന്ന് പറയുന്ന ഗോള് ശൂന്യസ്ഥലം തേടിയുള്ള നൃത്തമാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ ശൂന്യതയിലെ ആനന്ദവും സൗന്ദര്യവും തിരിച്ചറിയലാണ്. ഇതാണ് സൗന്ദര്യാനന്ദ ലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആനന്ദത്തെയും, സത്യത്തിൽ നമുക്ക് ആനന്ദമാണ് ഉള്ളത്, അതിൽ സൗന്ദര്യം ഉണ്ട് താനും. ഇത് ഈ മായലഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം ആസ്വാദനമാണ്. ആസ്വാദനത്തിലാണ് നമുക്ക് കണ്ണടച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ധ്യാനാത്മകതയുണ്ട്. ഒരിക്കലും ഒരു ജഡ്ജായിട്ടിരിക്കുമ്പോ ആസ്വാദനം എളുപ്പമല്ല. അവിടെ തെറ്റുകൾ കണ്ടുപിടിക്കണം, മറ്റാളേക്കാൾ ഇയാൾ മികച്ചതെന്ന്. ഈ ആസ്വാദനത്തിൽ നമുക്ക് അത് അറിയേണ്ടുന്ന ആവശ്യമില്ല. ഒരു കർണാട്ടിക് സംഗീതം, ഒരു ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുമ്പോൾ എനിക്ക് കണ്ണടച്ചുകൊണ്ട് അത് ആസ്വദിക്കാൻ അറിയാൻ എന്റെ ഉള്ളിലെ ആസ്വാദനം മാത്രം മതി, അതിനെക്കുറിച്ച് അറിവ് വേണ്ട. സത്യത്തിൽ എനിക്ക് സൗന്ദര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും ഞാനത് വായിച്ച് അതിനെക്കുറിച്ച് കണ്ണടച്ചിരുന്നപ്പോൾ ഇതിന്റെ ആസ്വാദനം സംഭവിച്ചു. അതിൽ പലതും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അതിലാണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത്. അതിനുശേഷം എടുത്ത പല ക്ലാസ്സുകളിലും പറഞ്ഞ് 27ാമത്തെ ശ്ലോകം വായിച്ച് ഉള്ളിലേക്ക് ചെയ്താൽ ബാക്കി 99 നമ്മൾ അലിഞ്ഞു ചേർന്നുള്ളൂ. എന്റെ ജൽപ്പനങ്ങൾ മുഴുവൻ ജപമാകട്ടെ, എന്റെ നടപ്പ് മുഴുവൻ പ്രദക്ഷിണമാകട്ടെ, എന്റെ ഉറക്കം സാഷ്ടാംഗ പ്രണാമമാകട്ടെ. അങ്ങനെ അനായാസേനയുള്ള എന്റെ എല്ലാ പ്രവർത്തികളും അമ്മയ്ക്കുള്ള ആത്മാർപ്പണമായിട്ടുള്ളതാവട്ടെ എന്നാണ്. അനായാസത എന്ന് പറഞ്ഞ വാക്കിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ടെൻഷൻ വന്നാൽ ആയാസതയായി. അനായാസത ശൂന്യതയിലും സന്തോഷത്തിലും സംതൃപ്തിയിലും മനോഹാരിതയിലും സംഭവിക്കും. അത് ഉള്ളിലേക്ക് നോക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിസ്ഫോടനത്തിനുള്ളിൽ ആനന്ദവും ചിലർക്ക് സ്ഫോടനമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ചിലരിന്ന് കരയുന്നതാണ്. അപ്പൊ ആ സ്ഫോടനം സംഭവിക്കണമെങ്കിൽ സൗന്ദര്യവും ആനന്ദവും നമ്മളിലേക്ക് വരണം. അത് ഫുട്ബോളുമായിട്ടും ബന്ധപ്പെടുത്താം, എന്തുമായിട്ടും നമുക്ക് ജീവിതത്തിന്റെ ഏതുമായിട്ടും ബന്ധപ്പെടുത്താം. അങ്ങനെ ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ 100 ശ്ലോകങ്ങളിൽ അങ്ങ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ അമ്മ മാത്രമേ അത് വിശദീകരിച്ചു തരാൻ പ്രാപ്തിയായിട്ടുള്ളൂ. അതെ 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 അതെ. അപ്പൊ നമ്മൾ പറയാറുണ്ട് സൗന്ദര്യം, ആസ്വാദനം, അനുഭവം, അനുഭൂതി. അപ്പൊ ഇത് 4 തലങ്ങളാണ്.
അപ്പൊ ഈ സൗന്ദര്യത്തിനെ നമ്മുടെ ചുറ്റാകുള്ള ഓരോന്നിലും ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ നമുക്കറിയാം ഒരു സൗന്ദര്യം മാത്രമേ ഇവിടെ തുളുമ്പി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഈ സൗന്ദര്യത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുഴപ്പത്രേ ഉണ്ടാകുന്നത്. പക്ഷെ അതിനെ ആസ്വദിക്കുമ്പോൾ അത് അനുഭവമായിട്ട് മാറുന്നു. അനുഭവം നമ്മുടെ ഉള്ളിൽ എന്തായി മാറുന്നു, അനുഭൂതിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സ്ട്രസ് നിർവൃതിയിലേക്ക് വരുന്നു. അപ്പൊ ആ ഒരു തലമാണ് ഇപ്പൊ അനുഭവിച്ച് ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, വളരെ വളരെ സത്യമാണ്. ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ തന്നെ ഒരു ഇംഗ്ലീഷ് വെർഷൻ, അല്ലെങ്കിൽ ഓരോ ശ്ലോകത്തിന്റെയും ഇംഗ്ലീഷിൽ എന്ത് തോന്നുന്നു എന്നുള്ളത് കൽക്കട്ടയിലുള്ള ഒരു അമ്മയ്ക്ക് ഞാൻ എന്നും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ അത് ഒരു ദിവസം അങ്ങനെ അമ്മ ഈ 100 ശ്ലോകവും എടുത്ത് 100 ദിവസം കൊണ്ട് ധ്യാനിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ശ്ലോകം എനിക്ക് എന്താണോ ആസ്വാദനമായി തോന്നുന്നത് അത് ഈ എഴുതിയതുമായി വളരെ വ്യത്യസ്തമായിരുന്നു. എന്റെ വൈഫിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അന്ന് അമ്മ വിചാരിച്ചു, ഇന്ന് വൈഫിന്റെ അച്ഛൻ മരിച്ചു എന്ന് അമ്മയ്ക്ക് അറിയാം, ഡൽഹിയിലുള്ള അമ്മയ്ക്ക് അറിയാം, ഇത് വരില്ല എന്നാണ് അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വൈഫിന്റെ അച്ഛന്റെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുമ്പോൾ ഞാൻ എന്റെ കാറിനുള്ളിൽ കയറിയിരുന്നത് റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തന്നെ അപ്പൊ തന്നെ ഒരു മെസ്സേജ്, ഹരീഷ് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ, ഇന്ന് ഞാനിത് വരില്ലെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ഞാൻ ആ അമ്മയോട് പറഞ്ഞ്, ഹരീഷ് മരിച്ചിട്ടില്ലല്ലോ, ഇത് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് പറയണം, ഇത് എന്ത് ചെയ്യും? അപ്പോ എന്റെ ശ്രമമില്ലാതെ ഇത് സംഭവിക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഹരീഷ് ബാബു ഒന്നുമല്ല, നമ്മുടെ ഇൻസ്ട്രുമെന്റ്. അത് മനസ്സിലാക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖം, അതിലൂടെ എന്നിലൊരു സാധനയും രൂപപ്പെട്ടു. ആ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറയാൻ അർജ് തോന്നുന്ന സമയത്ത് അത് പറയാതിരിക്കുക. അതിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, വ്യക്തമായി അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് നേരെ തെറ്റായിട്ടായിരിക്കും പലരും പറയാം. നമ്മൾ ആദ്യകാലത്തൊക്കെ അതിൽ കയറി ഇടപെടും, അല്ലെങ്കിൽ സംസാരിക്കും. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് അമ്മ തന്നതിന് ശേഷം പൂർണ്ണമായി തെറ്റാണെന്ന് ബോധ്യമുള്ള എനിക്ക്, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ബോധ്യമുള്ള ഒരു കാര്യം അയാൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ പറയാനുള്ള ത്വരയെ ഞാൻ അടക്കാൻ തുടങ്ങി. ഇത് ഫലിച്ചപ്പോ വല്ലാത്ത സുഖമാണ്. ഇത് ഫലിച്ചപ്പോഴാണ് ഉബുണ്ടു എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞ ലേൺ ടു ലിസൺ ദെൻ യു ക്യാൻ ഹിയർ എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഈ ത്വരയെ അടക്കുന്നത് വലിയൊരു ഒരു സാധനയാണ്. അത് ഞാൻ കുട്ടികൾക്കൊക്കെ ട്രെയിനിലേക്ക് പറയുന്നത്, അടിക്കാൻ തോന്നുമ്പോ അടിക്കുന്നതിന് മുന്നേ നിർത്തുക. അപ്പൊ ഇത് വാക്കിലൂടെ കേട്ട് എൻ്റെ ഉള്ളിൽ തെറ്റാണെന്ന് എനിക്ക് അറിയാവുന്ന സാധനം ഞാൻ ശരിയെന്നതുപോലെ കേൾക്കാൻ തുടങ്ങിയപ്പോ നിർവ്വാണയിലേക്കുള്ള വഴിയാണെന്ന് പറയുന്നത്. കാരണം ഓഷോയൊക്കെ വളരെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിച്ചൊരു സാധനമാണിത്. കാരണം രതിയുടെ ഉത്തംഗ ശൃംഗങ്ങളിലേക്ക് എത്തുക, അവിടെ നിർത്തുക, കുന്നിന്റെ മണ്ടേ കയറരുത്, മണ്ടേ കയറി കഴിഞ്ഞ് ബോറടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുന്നിന്റെ താഴ്വരകളിൽ നിൽക്കുക, വീണ്ടും കയറാൻ ശ്രമിക്കുക, താഴെ നിൽക്കുക. രതി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനുള്ള ഭ്രമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തിനോടുള്ള ആ ഒരു ഭ്രമാത്മകതയെ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് താഴെ നിർത്തുക. ആ നിർത്തുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആണ്. അപ്പൊ വലിയൊരു സംഭവമാണ് ഈ പറഞ്ഞു വെച്ചത്. എന്റെ ഒരു സുഹൃത്ത് എന്റെ ആദ്യ പുസ്തകമുണ്ട്, ജ്ഞാനപുസ്തകം, അതിൽ എഴുതിയിട്ടുള്ള ഒരു കഥ അദ്ദേഹം എന്നോട് പറയാണ്, ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ അദ്ദേഹം എവിടെയോ വായിച്ചത് എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് മുഴുവൻ കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല വെർഷനാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വീണ്ടും വായിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഹരീഷേട്ടാ അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണല്ലോ, ഇത് ഞാൻ നിങ്ങളോട് പലതും വഴിവിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കുറച്ചു കൊല്ലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷകരമായ സാധനയാണ്. ഇനിയിപ്പോ അങ്ങ് പറയുമ്പോ അതിൽ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഇത് ഞാൻ കുറച്ച് വർഷത്തേക്ക് റിവൈൻഡ് അടിച്ച് നോക്കുക, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഇടയിൽ കയറി പറയും. അപ്പൊ ആ പറച്ചിലിനെ സ്റ്റോപ്പ് ചെയ്തപ്പോ വെറുതെ നമുക്കൊരു ഒരു പ്രകാശത്തിന്റെ ഒരു വൈബ്രേഷൻ ഉള്ളിൽ ഇങ്ങനെ തണുപ്പോടുകൂടി സ്പന്ദിക്കുന്നത്, അതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഫീല്. പ്രകാശമുണ്ട്, അവിടെ അഗ്നിയുണ്ട്, പക്ഷെ തണുപ്പ്. ഈ സാധനം നമ്മുടെ ഈ അർജുനെ പറയാനുള്ള അർജുനെ അടക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാ. ഇത് എപ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊരു ഗ്രൂപ്പിലിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. ആ സംസാരിക്കാൻ തോന്നുന്ന സമയത്ത് അതിനെ അടക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന് കേൾക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു ധ്യാനം അടുത്ത കാലത്ത് സാക്ഷ്യഭാവത്തിൽ എല്ലാത്തിനും കാണുക എന്ന് പറയുന്ന മറ്റൊരു ദർശനം. ശരിക്കും നമുക്ക് ഇവിടെ ഒരു സാധനം അങ്ങനെ നമുക്ക് വരും. അതെ നമ്മുടെ ഈഗോയുടെ ഒരു വലിയ കൺട്രോൾ മാസ്റ്ററിങ് ആണ് ഈ, അല്ലെ? വലിയ ഗംഭീരമായ ഒരു സാധനമാണ് ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അല്ലെ, ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ശങ്കരാചാര്യ സ്വാമി എഴുതിയപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഗരിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം കേൾക്കുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു വിഭ്രാന്തിയാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് പ്രാപ്യമാണോ എന്ന് വിചാരിക്കും. പക്ഷെ മായാലഹരിയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റാകെ ഈ എന്താ പറയുക, ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ചുറ്റാകെ എന്ന് അദ്ദേഹം ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത്, ഓ ഇതായിരുന്നു സാധനം, അല്ലെങ്കിൽ ഇതായിരുന്നു സാധനം എന്ന് പറയുന്ന ഒരു മാന്ത്രികത ശരിക്കും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.